ധർമ്മം ഉപദേശിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, ആജ്ഞാപിക്കുവാൻ സാധിക്കുകയില്ല. ഏവരും അവരവരുടെ ധർമ്മം സ്വയം നിശ്ചയിക്കേണ്ടതാണ് പുത്രന്മാരെ. നിങ്ങളുടെ മനസ്സിൽ ധർമ്മബോധം പ്രത്യക്ഷമാകുവാൻ വേണ്ടി നമുക്ക് നിങ്ങളെ സഹായിക്കാൻ മാത്രമേ കഴിയൂ. പുത്ര യുധിഷ്ഠിര, നീ സന്യാസം സ്വീകരിക്കുകയാണെങ്കിൽ ഹസ്തിനപുരമെന്ന ശക്തമായ സാമ്രാജ്യത്തെ ഭരിക്കുവാൻ ആർക്കാണ് സാധ്യമാവുക? നമ്മുടെ പുത്രന്മാർ സ്വയം രാജ്യം പരിത്യജിക്കുകയായിരുന്നു മഹർഷേ. ഇവർക്ക് സിംഹാസനത്തോട് യാതൊരു മോഹവുമില്ല. തീർച്ചയായും ഈ നിർണയം സ്വീകരിച്ചത് നീ തന്നെ ആയിരിക്കും. എന്നാൽ ഇങ്ങനെയൊരു നിർണയത്തിന് മുൻപ് നീ നമ്മുടെ പ്രജകളുടെ ഭാവിയെക്കുറിച്ച് അല്പം പോലും ചിന്തിച്ചിരുന്നില്ലല്ലേ? ദുര്യോധനൻ രാജ്യം ഭരിക്കുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന തലമുറകളിലെല്ലാം തന്നെ ഹസ്തിനപുരമെന്ന അതിവിശിഷ്ടവും സമ്പന്നവും വളരെയേറെ മഹത്വപൂർണമായതും അതിശക്തവുമായ സാമ്രാജ്യത്തിൽ അധർമ്മവും സ്വാർത്ഥതയും നിറഞ്ഞ ഭരണമുണ്ടാകുന്നതാണ്. ഇല്ല മഹർഷി, നമ്മുടെ മനസ്സ് നമ്മോട് പറഞ്ഞത് സംഘർഷത്തിന്റെ മൂലകാരണമില്ലാതാകുന്നത് ഉചിതമാകുമെന്നാണ്. മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും ബുദ്ധി ഉപയോഗിച്ച് സ്നേഹിക്കുന്നതും അധർമ്മത്തിന്റെ പ്രഥമ അധ്യായമാണ്. ഇനി ഈ വിഷയത്തിൽ നിനക്കുള്ള കർത്തവ്യം എന്താണ് കുന്തി? ഇനി ഞങ്ങൾ അജ്ഞാതവാസം അവസാനിപ്പിച്ച് ഹസ്തിനപുരത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. ജ്യേഷ്ഠന്റെ കാലശേഷം അവിടെ രാജാവാകേണ്ട സമയമാകുമ്പോൾ യുധിഷ്ഠിരൻ അവിടെ അടുത്ത രാജാവാകണം. ഞങ്ങളുടെ സ്വന്തം സുഖം കരുതിയല്ല, പ്രജകൾക്ക് ഉത്തമനായ രാജാവിനെ ലഭിക്കണം, അതിനുവേണ്ടി മാത്രം. ഉത്തമം, അത്യുത്തമം. എന്നാൽ യുധിഷ്ഠിരനും ഭീമനും ഇരുവരും സന്യാസം സ്വീകരിച്ചാൽ നിശ്ചയമായും ദുര്യോധനൻ തന്നെ രാജാവാകുന്നതാണ്. കാരണം അർജുനൻ അനുജനായതുകൊണ്ട് അതിനുള്ള അധികാരമില്ല. മറിച്ച് നാം ചിന്തിച്ചാൽ യുധിഷ്ഠിരൻ ഒഴികെ മറ്റ് 4 സഹോദരരും സന്യാസം സ്വീകരിച്ചാൽ യുധിഷ്ഠിരനെ സംരക്ഷിക്കുന്നത് ആരാണ്? ക്ഷമിച്ചാലും ഭഗവാനെ, ഈ സന്ദർഭത്തിൽ ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? തീർച്ചയായും അല്ല. നമ്മോട് ക്ഷമിച്ചാലും ഭഗവാനെ, അങ്ങ് പറഞ്ഞാലും വിവാഹത്തിന്റെ നിർണയത്തെ നാം രാജ്യകാര്യങ്ങളുടെ തുലാസ് കൊണ്ട് അളക്കുന്നത് എന്തിനാണ്? അതുമാത്രവുമല്ല, രാജകുമാരി ദ്രൗപദി ഇപ്പോൾ അതികഠിനമായ മനക്ലേശത്തിലുമാണ്. രാജനീതിയും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള മാർഗം തന്നെയാണ് പുത്ര. ധർമ്മനീതിയെപ്പോലെ തന്നെ മഹത്വം നിറഞ്ഞതാണ് രാജകീയ നീതിയും. തങ്ങൾക്ക് എന്തെങ്കിലും വിപരീത പരിതസ്ഥിതികൾ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് സമൂഹത്തിന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ സ്വന്തം കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എന്നത് ഉചിതമായ കാര്യമാണോ പുത്ര? ഉത്തരം നൽകൂ. അല്ല. എന്നാൽ ഭഗവാനെ, നാം രാജകുമാരി ദ്രൗപദിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പിടയുകയാണ് മഹർഷേ.
5 പുരുഷന്മാരുടെ പത്നിയാവുക എന്നത് എങ്ങനെയാണ് സരളമായ കാര്യമാവുന്നത്? ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു ജീവിതം നൽകുന്നത് എപ്രകാരമാണ്? ദ്രൗപദിയുടെ ജീവിതം കഠിനകരമാവുമെന്നത് നിശ്ചയമാണ്. പക്ഷേ നിങ്ങൾ 5 സഹോദരന്മാർക്കും നിങ്ങളുടെ ജീവിതം ഒരു തപസ്യയാക്കാൻ സാധിക്കുകയില്ലേ? ദ്രൗപദിയുടെ ജീവിതം സരളമാകും വിധത്തിലുള്ള ദൃഢനിശ്ചയങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലേ? ഇത്രയും ത്യാഗസമ്പൂർണമായ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ദ്രൗപദി സ്വയം തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തിരസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തെങ്കിലും ഭയമുണ്ടോ? അതോ സ്വാർത്ഥത മൂലമോ? എന്നാൽ ഭഗവാൻ, രാജാവിന്റെ പ്രവൃത്തികളെ പ്രജകൾ അനുകരിക്കുകയാണ് ചെയ്യുക. അവസാനം ഇതൊരു പാരമ്പര്യമായി മാറുന്നതാണ്. അനേകം സ്ത്രീകൾക്ക് ഈ അനാചാരം അനുഭവിക്കേണ്ടി വരുന്നതാണ്. ഇത് ഉചിതമായി തീരുമോ? തീർച്ചയായും അനുചിതം തന്നെയാണ് രാജകുമാര. പക്ഷേ ഈ സമയം വളരെ വലിയൊരു വിപത്താണ് നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നത്. വിപത്ത് സംഭവിക്കുമ്പോൾ നേരിടാനുള്ള ധർമ്മത്തെ, അതിനെ ആപദ്ധർമ്മമെന്നാണ് നാം പറയുന്നത്. ആ ആപദ്ധർമ്മം അനുസരിച്ച് നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം സാധാരണ സ്ഥിതിയിൽ നിർവഹിക്കുക എന്നത് മഹാപാപം തന്നെയാണ് പുത്ര. മറ്റേതെങ്കിലും ഒരു സ്ത്രീയെ ഒന്നിലേറെ പുരുഷന്മാർ വിവാഹം ചെയ്താൽ നിശ്ചയമായും ആ പുരുഷന്മാർക്കെല്ലാം നരകം പ്രാപ്തമാകും. എന്നാൽ നിങ്ങൾ നേരിടുന്നത് സാധാരണമായ പരിതസ്ഥിതിയല്ല. അതിനാൽ ഇതിനുള്ള ഉപായവും അസാധാരണം തന്നെയായിരിക്കും. ഇതെപ്രകാരമുള്ള മാർഗമാണ് ഭഗവാനെ? നാം നമ്മുടെ അനുജന്റെ പത്നിയെ സ്വന്തം പത്നിയായി കരുതുന്നത് എങ്ങനെയാണ് ഭഗവാനെ? നാം നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്റെ പത്നിയെ മാതാവായി കരുതുന്നതിന് പകരം നമ്മുടെ സ്വന്തം പത്നിയായി കരുതുന്നത് എപ്രകാരമാണ് ഭഗവാനെ? അങ്ങ് തന്നെ പറഞ്ഞാലും. മൂന്ന് സ്തൂപങ്ങളിൽ കലശം വയ്ക്കുകയാണെന്നിരിക്കട്ടെ. കലശത്തിന് ചുവട്ടിൽ ഈശ്വരന്റെ വിഗ്രഹം. 5 ദിശകളിൽ നിന്ന് സംരക്ഷണവുമുണ്ട്. ആ ഈശ്വര വിഗ്രഹത്തിന് ഇതിലേതുമായാണ് ഭീമ ബന്ധമുള്ളത്? എല്ലാത്തിനോടും ബന്ധമുണ്ട്, എന്നാൽ യാതൊന്നിനോടും ബന്ധവുമില്ല. ഇതേ പ്രകാരം തന്നെ നിങ്ങൾക്ക് ദ്രൗപദിയെ സ്വന്തം ജീവിതക്ഷേത്രത്തിൽ ഒരു വിഗ്രഹമായി കാണാനാവുകയില്ലേ? സ്മരണയിലിരിക്കട്ടെ ഭീമ, വിഗ്രഹമുള്ളതുകൊണ്ടാണ് ക്ഷേത്രത്തിലെ കലശവും സ്തൂപങ്ങളുമെല്ലാം പവിത്രമാകുന്നത്. കലശവും സ്തൂപവും ഉള്ളതുകൊണ്ടല്ല വിഗ്രഹം പവിത്രമായി തീരുന്നത്. നിങ്ങളുടെ നിർണയം എന്താണെന്ന് പറയൂ പാണ്ഡുപുത്രന്മാരെ. നീ കാമ്പല്യത്തിൽ ചെന്ന് ലൗകിക രൂപത്തിലുള്ള ഈ സന്യാസം സ്വീകരിക്കുന്നതാണ് മഹർഷി. കാലമെന്നും വാട്ടിയിടും വിശ്വമഹാകാവ്യമിതേ, ധർമ്മധർമ്മങ്ങളടരാടും